ഹലോ ഗായ്സ്, എല്ലാവർക്കും മാച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പുഴുങ്ങലരി വെച്ചിട്ട് നല്ല സോഫ്റ്റായ അതേസമയം നല്ല ക്രിസ്പിയായ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി പുഴുങ്ങലരി കുതിർത്ത് കഴുകിയിട്ട് വെള്ളമൊക്കെ ആറ്റി വെച്ചതാണ്. ഫാനിൻ്റെ കീഴിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളം ഒന്ന് ആറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 ഏലക്കായ് നന്നായി പൊടിച്ച് വെക്കാം. പക്ഷേ ഏലക്കായ് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുക്കി വെച്ച ജാഗറി വാട്ടർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊരു അരമണിക്കൂർ സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് എള്ള് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഒറ്റൊരു പിഞ്ച് മതി, അധികമാകുമ്പം പിന്നെ അത് പൊങ്ങിയിട്ടും പുറത്തേക്ക് മറിയും. അതുകൊണ്ട് ഇത്രയും മതിയാവും. അത് ചുടാൻ സമയത്ത് മാത്രം ചേർത്താൽ മതി, അതിന് മുന്നേ ചേർത്ത് വെക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടാവാൻ വെച്ചിരുന്ന് ഇതിലേക്ക് നമുക്ക് ഓരോരോ സ്പൂണിലാക്കി കോരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം കുട്ടികൾക്ക് വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിലുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് 2-3 ദിവസം കേടാകാതിരിക്കും, കാരണം ഇതിൽ പഴമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മളെ ഉണ്ണിയപ്പമായിട്ടുണ്ട്, കണ്ടില്ലേ? സോറി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മളെന്താണ് കുട്ടികൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ആയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ജാഗരിയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്, അതുപോലെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.